ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 15 വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ പരിശുദ്ധ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ആചരിച്ചു. വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിനോടനുബന്ധിച്ചുള്ള സഭയുടെ കാനോനിക നോമ്പുകളിൽ ഒന്നായ 15 നോമ്പ് അഥവാ ശൂനോയോ നോമ്പ് വിശ്വാസികൾ പ്രാർത്ഥനയോടും വ്രതനിഷ്ഠയോടും കൂടെ ആചരിച്ചു. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്തിയോസ് അബ്ദേത് മശിഹ പാത്രിയാർക്കീസിന്റെ 110ാമത് ദുക്രോനോ പെരുന്നാളും മലങ്കര സഭ ഒട്ടാകെ ഭക്തിയോടെ ആചരിച്ചു. മലങ്കര സഭയ്ക്ക് സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും അനുവദിച്ചതിന്റെ പ്രതീകമായ പൗരസ്ത്യ കാതോലിക്കേറ്റ് മലങ്കരയിൽ പുനഃസ്ഥാപിച്ചത് അന്ത്യോക്യയുടെ പരിശുദ്ധ ഇഗ്നാത്തിയോസ് അബ്ദേത് മശിഹ പാത്രിയാർക്കീസ് ബാവ ആയിരുന്നു. ഈ പരിശുദ്ധ പിതാവിന്റെ പ്രധാന പെരുന്നാൾ കോട്ടയം ദേവലോകം കാതോലിക്കേറ്റ് അരമന ചാപ്പലിലും പരിശുദ്ധ പിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ്മാരുടെ അന്ത്യവിശ്രമ സ്ഥലമായ സിറിയയിലെ കുർക്കുമ ദയറയിലും കൊണ്ടാടി. പരിശുദ്ധ പിതാവിന്റെ നാമത്തിൽ മലങ്കരയിൽ സ്ഥാപിതമായിരിക്കുന്ന ഏക ദേവാലയമായ കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിലെ വെട്ടിത്തറ മാർ മിഖായേൽ വലിയ പള്ളിയുടെ കീഴിലുള്ള മാർ അബ്ദേത് മശിഹ കുരിശുപള്ളിയുടെ പ്രധാന പെരുന്നാളും അന്നേ ദിവസം ആചരിച്ചു. ഇന്ത്യ മഹാരാജ്യം ഓഗസ്റ്റ് 15 വെള്ളിയാഴ്ച 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി വീരമൃത്യു വരിച്ച ധീരരെ സ്മരിച്ചുകൊണ്ടാണ് ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. ഏതു തരത്തിലുള്ള പ്രയാസങ്ങളുണ്ടായാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഇച്ഛാശക്തി നമ്മുടെ രാജ്യത്തിനുണ്ടെന്ന് നാം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ഏവർക്കും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിന്റെ സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിൽ മലങ്കര സഭ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ദേശീയ പതാക ഉയർത്തി. മലങ്കര സഭ സ്വത്വബോധത്തെ അഭിമാനത്തോടെ സംരക്ഷിക്കും. പരിശുദ്ധ കാതോലിക്ക ബാവ. മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിൽ നിലകൊള്ളുന്ന മലങ്കര സഭ കാലഘട്ടത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ സ്വത്വബോധത്തെ സംരക്ഷിക്കുവാൻ പ്രതിജ്ഞാബദ്ധമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. ചെങ്ങന്നൂർ ഭദ്രാസന പള്ളികളിലെ കാതോലിക്ക ദിന പിരിവ് ഏറ്റുവാങ്ങുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ ബദേൽ അരമനയിൽ ചേർന്ന ഇടവക പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ പിതാവ്. 2052 മാർത്തോമാ ശ്ലീഹായുടെ ഭാരത സന്ദർശനത്തിന്റെ 2000 വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സഭയിൽ സാധുജന സംരക്ഷണം, വയോജനങ്ങൾക്കായി ടൗൺഷിപ്പ്, വെൽനസ് പാർക്ക്, ആയുർവേദ മെഡിക്കൽ കോളേജ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, പൊതുജന ആരോഗ്യ കേന്ദ്രം തുടങ്ങി അനവധി കർമ്മ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതായി പരിശുദ്ധ ബാവ തിരുമേനി പറഞ്ഞു. ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമേനി അധ്യക്ഷത വഹിച്ചു. സഹപാഠിക്കൊരു കൈത്താങ്ങ് നല്ല പാഠത്തിന്റെ നേതൃത്വത്തിൽ MP UP സ്കൂളിൽ സഹപാഠിക്കൊരു കൈത്താങ്ങ് എന്ന പേരിൽ ₹1 ചലഞ്ച് പദ്ധതി ആരംഭിച്ചു. ഈ സ്കൂളിലെ തന്നെ നിർധനരായ കുട്ടികൾക്ക് സാമ്പത്തിക പിന്തുണ ലഭ്യമാക്കും വിധമാണ് ഈ പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്കൂൾ പ്രഥമാധ്യാപിക ശ്രീമതി ഷൈനി മാത്യു നാണയം നിക്ഷേപിച്ച് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നല്ല പാഠം കോർഡിനേറ്റർ ശ്രീമതി മറിയാമ്മ ഉമ്മൻ, വിദ്യാർത്ഥി പ്രതിനിധികൾ സ്നേഹ മറിയം പൊന്നച്ചൻ, ജെറോം T ബാബു എന്നിവർ ₹1 ചലഞ്ചിന് നേതൃത്വം നൽകി. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളും. പരിശുദ്ധ കാതോലിക്ക ബാവ. പിതാക്കന്മാർ മരണത്തെ പോലും ഭയപ്പെടാതെ സംരക്ഷിച്ച സത്യവും നീതിയും തുടർന്നും സംരക്ഷിക്കുവാൻ സഭ പ്രതിജ്ഞാബദ്ധമാണെന്നും ചർച്ചകളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പ്രസ്താവിച്ചു. കാതോലിക്ക ദിനപ്പിരിവ് സ്വീകരിക്കുന്നതിനായി നിരണം ഭദ്രാസന ആസ്ഥാനമായ ബദനി അരമനയിൽ ചേർന്ന പ്രതിനിധികളുടെ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പരിശുദ്ധ ബാവ. പുതിയ യുഗത്തിൽ മാർത്തോമൻ പൈതൃകത്തിൽ സഞ്ചരിക്കുന്ന സഭ സാധുജന സംരക്ഷണവും സേവന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകും.
ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ചേപ്പാട് PMD UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആലപ്പുഴ MP ശ്രീ KC വേണുഗോപാൽ നിർവഹിച്ചു. ഫാദർ ബിജി ജോൺ അധ്യക്ഷത വഹിച്ചു. ഹരിപ്പാട് MLA ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ KK വർഗീസ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോൺ തോമസ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MK വേണുകുമാർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി തുളസി, ഫാദർ ലിനു തോമസ്, ശ്രീ ചാണ്ടി കോശി, ശ്രീ ജേക്കബ് തറയിൽ, ശ്രീ S ഗീവർഗീസ്, ശ്രീ തോംസൺ, ശ്രീമതി ഷൈനി S തമ്പി തുടങ്ങിയവർ പ്രസംഗിച്ചു. മാർത്തോമാ സ്ലീഹായുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഓരോ സഭാ മക്കൾക്കുമുണ്ടെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. വിഷൻ 2052 മാർത്തോമാ സ്ലീഹായുടെ ആഗമനത്തിന്റെ 2000 വാർഷികം വിപുലമായ പദ്ധതികളോടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും. കൊടുങ്ങല്ലൂരിൽ മാർത്തോമൻ സ്മൃതി മണ്ഡപം നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. 1935 മെയ് 2 ആരംഭിച്ച കാതോലിക്ക നിധി ശേഖരണം നവതി വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ വിഷൻ 2052 എന്ന സ്വപ്നത്തിന് കൂടുതൽ ഊർജം നൽകുമെന്നും കോട്ടയം ഭദ്രാസന കാതോലിക്ക നിധി ശേഖരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച യോഗത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. കാതോലിക്കേറ്റിനോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ് കാതോലിക്ക നിധി ശേഖരണം. ഓരോ വിശ്വാസിയുടെയും അവകാശമാണതെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കണമെന്നും കോട്ടയം ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. ഇടവകകളിൽ മുതിർന്നവർക്കുള്ള പകൽ വീടുകൾ രൂപപ്പെടണം. പരിശുദ്ധ കാതോലിക്ക ബാവ. സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പ് പ്രഥമ കേന്ദ്ര കമ്മിറ്റി യോഗം പരിശുദ്ധ കാതോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ മുതിർന്ന പൗരന്മാർ സഭയുടെ മാതൃക ഉപദേശ സമൂഹമായി വർദ്ധിക്കണമെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള സഭാ അംഗങ്ങൾക്കായി രൂപീകരിച്ച സെന്റ് ജോസഫ് ഓർത്തഡോക്സ് ഫെലോഷിപ്പിന്റെ പ്രഥമ കേന്ദ്ര കമ്മിറ്റി യോഗം ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഭാധ്യക്ഷൻ. മുതിർന്ന തലമുറയ്ക്ക് ഒത്തുകൂടുന്നതിനായി എല്ലാ ഇടവകകളിലും പകൽ വീടുകൾ രൂപപ്പെടണം. വർദ്ധിക്കകാലത്തും ഊർജ്ജസ്വലരാകുവാൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ കഴിയും. സഭയിലെ കാരണവന്മാരുടെ സമൂഹമാണ് SJOF. ആഴമേറിയ അനുഭവ സമ്പത്തുള്ള മുതിർന്നവരുടെ അനുഭവജ്ഞാനം പ്രയോജനപ്പെടുത്തണം. തിരുത്തൽ ശക്തിയായി നിലകൊള്ളാൻ മുതിർന്നവരുടെ സംഘടനയ്ക്ക് കഴിയട്ടെ എന്നും പരിശുദ്ധ കാതോലിക്ക ബാവ ആശംസിച്ചു. സഭയുടെ എല്ലാ ഇടവകകളിലും SJOF യൂണിറ്റുകൾ തുടങ്ങും. വാർദ്ധക്യകാല ആരോഗ്യ പരിചരണം, മുതിർന്ന പൗരന്മാർക്ക് മനഃശാസ്ത്ര കൗൺസിലിംഗ് ക്ലാസുകൾ, നിയമസാക്ഷരത, വിരമിച്ച അധ്യാപകരുടെ സഹകരണത്തോടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ട്യൂഷൻ തുടങ്ങിയ ക്രിയാത്മകമായ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനിച്ചു. പ്രസ്ഥാനം പ്രസിഡന്റ് അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു P. ജോസഫ് സ്വാഗതം ആശംസിച്ചു. കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ CA ഐസക് പ്രവർത്തന മാർഗരേഖ അവതരിപ്പിച്ചു. കേന്ദ്ര ട്രഷററായി ജോർജ് T. പോളിനെയും ഓഡിറ്റർമാരായി ജോർജി നയനാൻ, എബ്രഹാം മാത്യു വീരപ്പള്ളി എന്നിവരെയും തിരഞ്ഞെടുത്തു. സഭയുടെ വിവിധ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള കേന്ദ്ര പ്രതിനിധികൾ യോഗത്തിൽ സംബന്ധിച്ചു. മലങ്കര ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം റീജിയണൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് സഭയുടെ ബ്രഹ്മവാർ, മലബാർ, സുൽത്താൻ ബത്തേരി ഭദ്രാസനങ്ങളിലെ യുവജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നേതൃസംഗമം കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. യുവജനങ്ങൾ സമൂഹത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ആളുകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമായി പ്രവർത്തിക്കണമെന്നും സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നും മേയർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. മലബാർ ഭദ്രാസന അധിപൻ അഭിമന്യ ഗീവർഗീസ് മാർ പക്കോമിയോസ് അധ്യക്ഷത വഹിച്ചു. താമരശ്ശേരി രൂപത മീഡിയ കോർഡിനേറ്റർ ഫാദർ ലിൻസ് മുണ്ടയ്ക്കൽ ക്ലാസ് നയിച്ചു. മലബാർ ഭദ്രാസന സെക്രട്ടറി ഫാദർ ബോബി പീറ്റർ, കേന്ദ്ര വൈസ് പ്രസിഡന്റ് ഫാദർ ജെയിൻ C. മാത്യു, കേന്ദ്ര ട്രഷറർ രഞ്ജു M. ജോയ്,
ഫാദർ എൻ.എം. ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ബൈബിൾ പകർത്തിയെഴുതി ചരിത്രം കുറിച്ച് കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനം. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കോട്ടയം ഭദ്രാസനത്തിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ 7000 പേർ ചേർന്ന് ഇന്ന് ബൈബിൾ പകർത്തിയെഴുതി. ഭദ്രാസനത്തിലെ 80 ദേവാലയങ്ങളിലായി വൈദികർ, സൺഡേ സ്കൂൾ അധ്യാപകർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, ഭരണസമിതി അംഗങ്ങൾ, ആത്മീയ സംഘടനാ പ്രവർത്തകർ എന്നിവർ ചേർന്നാണ് പകർത്തെഴുത്ത് പൂർത്തിയാക്കിയത്. 40 ദിവസത്തെ ആത്മീയ ഒരുക്കത്തിനും ബൈബിൾ വായിച്ചതിനും ശേഷമാണ് ആയിരങ്ങൾ പവിത്രമായ ഈ പ്രോഗ്രാമിൽ പങ്കാളികളായത്. എഴുതി പൂർത്തീകരിച്ച ബൈബിൾ വിവിധ വാല്യങ്ങളായി കോട്ടയം മെത്രാസന ആസ്ഥാനവും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെയും പാറാട്ട് മാർ ഇവാനിയോസ് തിരുമേനിയുടെയും കബറിടവുമായ മാർ കുറിയാക്കോസ് ദയറായിൽ സൂക്ഷിക്കും. ബൈബിൾ പകർത്തെഴുത്തിന്റെ ഉദ്ഘാടനം പാമ്പാടി മേഖലയിലെ പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം എഴുതി നിർവഹിച്ചു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ വിനോദ് എം സക്കറിയ, ഇടവക വികാരി ഫാദർ ബറുഗീസ് ജേക്കബ്, ഡിസ്ട്രിക്ട് ഇൻസ്പെക്ടർ ഡോക്ടർ രാജേഷ് കുര്യൻ, സെക്രട്ടറി വി വറുഗീസ്, കൺവീനർമാരായ അജിത് മാത്യു, എബ്രഹാം ജോൺ, ദേവാലയ ഭാരവാഹികൾ അടക്കം 110 പേർ മെത്രാപ്പോലിത്തയ്ക്കൊപ്പം തിരുവചനം പകർത്തൽ പദ്ധതിയിൽ പങ്കാളികളായി. ബൈബിൾ വായനയിലൂടെ നല്ല മനുഷ്യനായി രൂപാന്തരപ്പെടാൻ സാധിക്കണമെന്നും മനുഷ്യത്വവും മാനുഷിക മൂല്യങ്ങളും ഉൾക്കൊണ്ട് സാമൂഹ്യ നന്മയ്ക്കായി ജീവിക്കണമെന്നും മെത്രാപ്പോലിത്ത ഉത്ബോധിപ്പിച്ചു. കുടുംബങ്ങളിൽ പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തണം. അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ മെത്രാപ്പോലിത്ത. കുടുംബങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങൾ കേന്ദ്രസ്ഥാനമായി പരിഗണിക്കണമെന്നും കുടുംബങ്ങളിൽ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന രീതി പുനർജനിക്കണമെന്നും സമൂഹത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരണമെന്നും ഡോക്ടർ എബ്രഹാം മാർ സെറാഫിൻ മെത്രാപ്പോലിത്ത പറഞ്ഞു. അഖില മലങ്കര പ്രാർത്ഥനയോഗം സൗത്ത് സെൻട്രൽ സോൺ വാർഷിക സമ്മേളനം തുമ്പമൺ സെന്റ് മേരീസ് കത്തീഡ്രൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ തിരുമേനി. അഖില മലങ്കര പ്രാർത്ഥനയോഗം പ്രസിഡന്റ് അഭിവന്യ മാത്യൂസ് മാർ തേവദോസ്യോസ് മെത്രാപ്പോലിത്ത അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തിൽ ഫാദർ ബിജു മാത്യു പ്രക്കാനം, ഫാദർ മത്തായി കുന്നിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. മൗണ്ട് ഒലിവറ്റ് MOCEM സെന്ററിലെ സ്നേഹനിധികളെ സന്ദർശിച്ച് പരിശുദ്ധ കാതോലിക്ക ബാവ. കുഞ്ഞുങ്ങൾക്ക് നൽകാനായി സമ്മാനങ്ങളുമായാണ് പരിശുദ്ധ ബാവ തിരുമേനി എത്തിച്ചേർന്നത്. കുഞ്ഞുങ്ങളും അന്തേവാസികളും കൈക്കാരും ബഹുമാനപ്പെട്ട വൈദികരും ചേർന്ന് പരിശുദ്ധ ബാവയെ സ്വീകരിച്ചു. കട്ടച്ചിറ പള്ളിയിൽ അനാവശ്യ സംഘർഷം സൃഷ്ടിച്ച് വിഘടിത യാക്കോബായ വിഭാഗം. യാക്കോബായ വിശ്വാസികളുടെ മൃതശരീരം അടക്കുവാൻ ഒരു തടസ്സവും നിലവിൽ എവിടെയുമില്ല. പള്ളിയുടെ ഗേറ്റ് തുറന്നു തന്നെ ഇട്ടിരുന്നതാണ്. കോടതിയുടെ ഉത്തരവ് പ്രകാരം മലങ്കര സഭയുടെ ദേവാലയത്തിലെ കല്ലറയിൽ ശുശ്രൂഷ ചെയ്യാനുള്ള അവകാശം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ വൈദികർക്കാണ്. സംഘർഷം നടക്കുന്നു എന്ന തോന്നലുണ്ടായാൽ പോലീസ് സംഘർഷത്തിന് വരുന്നവരെ തടയും എന്നത് സ്വാഭാവികം മാത്രം. മൃതശരീരം അടക്കുവാനും മാനുഷിക പരിഗണന വെച്ച് കൊച്ചുമകനായ ഷെമ്മാശൻ കേറിക്കൊള്ളുവാനും വരെ മലങ്കര സഭ അനുവാദം കൊടുത്തിട്ടും യാക്കോബായ വിഭാഗം ഓഗസ്റ്റ് 13 ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേരളത്തിൽ സമാധാന അന്തരീക്ഷം തകരുന്നു എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. പൊതുജനത്തിന് മുന്നിൽ ശവം തടഞ്ഞു എന്ന് വരുത്തുവാനുള്ള ശ്രമമാണിത്. യാക്കോബായ വിഭാഗത്തിലെ റോയി അച്ഛന്റെ മാതാവിന്റെ സംസ്കാര ശുശ്രൂഷ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതെ അനാവശ്യവാദങ്ങളോ പ്രകടനങ്ങളോ സൃഷ്ടിക്കാതെ നിയമം അനുശാസിക്കുന്ന ക്രമപ്രകാരം വന്നു അടക്കി പോവുക ആണ് ചെയ്തത്. പൊതുജനത്തിന്റെയും പോലീസ്, RDO, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ എതിർപ്പിനെ തുടർന്ന് രാത്രി വൈകി യാക്കോബായ വിഭാഗം മൃതശരീരം കല്ലറയിൽ അടക്കം ചെയ്തു. മദ്യനയം ജലരേഖയായി മാറി. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ ബാവ. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF സർക്കാർ.
LDF വന്നാൽ മദ്യവർജനത്തിനായി ജനകീയ പ്രസ്ഥാനം ആരംഭിക്കും. ഞങ്ങൾ തുറക്കുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല, സ്കൂളുകളാണ്. പരസ്യവാചകങ്ങൾ കേവലം വിപണി താൽപ്പര്യങ്ങൾ മാത്രമേയുള്ളൂ എന്നതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് മുകളിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന നയവാചകങ്ങൾ. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറുമ്പോൾ സംസ്ഥാനത്ത് കേവലം 29 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവയുടെ എണ്ണം 1000-ഓടടുക്കുന്നു. മദ്യനയം എന്നത് ജലരേഖയായി മാറുന്നത് ദൈനംദിന വാർത്തകളിലൂടെ മലയാളി കണ്ടുകൊണ്ടിരിക്കുന്നു. വിശപ്പിന് അരി വാങ്ങാൻ റേഷൻ കടയിൽ പോയി വിരൽ പതിക്കണം. അതേസമയം മദ്യം വീട്ടുപടിക്കൽ എത്തിച്ചു തരും. ജോലി കഴിഞ്ഞ് മദ്യപിച്ചെത്തുന്ന ഗൃഹനാഥനെ പേടിച്ചു കഴിഞ്ഞിരുന്ന വീടുകളിൽ ഇനി മുതൽ മദ്യപർക്ക് രാവിലെ മുതൽ കുടിച്ച് കുടുംബം തകർക്കാം. ആരോഗ്യത്തിന് ഹാനികരമായ ഒരു വസ്തുവിനെ ഇത്രയും ലളിതവൽക്കരിച്ച് വീടുകളിലേക്ക് ആനയിക്കാൻ സർക്കാർ കൂട്ടുനിൽക്കുന്നത് ഒട്ടും ഭൂഷണമല്ല. സർക്കാരിന്റെ മദ്യനയം വികലമാണെന്ന് പ്രധാന ഘടക കക്ഷിയായ CPI തന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞു. ഈ നയം കുടുംബാന്തരീക്ഷത്തെ അപകടത്തിലാക്കും. തിരുത്തണം. വീട്ടടങ്ങളിൽ ഭയന്നു കഴിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെയും വീട്ടമ്മമാരെയും ഓർത്ത് തിരുത്തണം എന്ന് പരിശുദ്ധ ബാവ പറഞ്ഞു. ലോക അവയവദാന ദിനത്തോടനുബന്ധിച്ച് കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയുടെ നേതൃത്വത്തിൽ പുതുപ്പള്ളി പാറേട്ട് മാർ ഇവാനിയോസ് ആശുപത്രിയുടെയും സഹോദരൻ പദ്ധതിയുടെയും സഹകരണത്തോടെ പുതുപ്പള്ളി ജോർജിയൻ പബ്ലിക് സ്കൂളിൽ അവയവദാന ദിനം ആചരിച്ചു. പാറേട്ട് ഹോസ്പിറ്റൽ സർജൻ ഡോക്ടർ ജോസഫ് മാണി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ അന്ന വർഗീസ്, ഓൺലൈൻ മീഡിയ മാനേജർ ഫാദർ ഷിബു ടോം വർഗീസ്, സ്കൂൾ ഡയറക്ടർ ജെയിംസ് കുട്ടി പി ചാക്കോ, നഴ്സിംഗ് സൂപ്രണ്ട് ലൈല പീറ്റർ എന്നിവർ പ്രസംഗിച്ചു. മർത്തോമ സഭയുടെ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണാബ സഫഗ്രൻ മെത്രാപ്പോലിത്ത പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ സന്ദർശിച്ചു. നാടകം പൊളിഞ്ഞതിന്റെ ജാള്യത മറയ്ക്കാൻ മൃതശരീരത്തെ കരിവാക്കരുത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. മലങ്കര സഭയുടെ കട്ടച്ചിറ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതിനെ ഓർത്തഡോക്സ് വിശ്വാസികൾ തടഞ്ഞു എന്ന കള്ളക്കഥ വീഡിയോ ദൃശ്യങ്ങളിലൂടെ തന്നെ പൊളിഞ്ഞതാണ്. പള്ളിയും സെമിത്തേരിയും തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഒരു ഓർത്തഡോക്സ് സഭാ അംഗവും ആരെയും തടയുന്നതായും ദൃശ്യങ്ങളിലില്ല. വിഘടതി വിഭാഗം സത്യത്തിൽ പള്ളിയുടെ നിയമപ്രകാരമുള്ള വികാരിയെയാണ് പാഴ്സനേജിൽ പൂട്ടിയിട്ടതും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും. മരണപ്പെട്ടയാളിന്റെ വൈദിക വിദ്യാർത്ഥിയായ ചെറുമകനും ബന്ധുക്കൾക്കും സെമിത്തേരിയിൽ കയറാനുള്ള അനുവാദം നൽകിയിരുന്നതാണ്. എല്ലാ ക്രമീകരണങ്ങളും ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെയും പോലീസിനെയും അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം വിരുദ്ധമായി വിഘടിത വിഭാഗം വൈദികർ സംഘടിച്ചെത്തുകയും മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് നോമ്പിലൂടെ കടന്നുപോകുന്ന ക്രൈസ്തവ സമൂഹത്തിന് മുന്നിലാണ് വൈദികരും വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നവരും നിലവിട്ട് സംസാരിക്കുകയും നിയമം പാലിച്ച ഉദ്യോഗസ്ഥരെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തത്. സെമിത്തേരി ഓർഡിനൻസിനെ കുറിച്ച് അറിവുള്ളവരാണ് പൊതുസമൂഹം എന്ന് തിരിച്ചറിയണം. മലങ്കര സഭയുടെ സെമിത്തേരിയിൽ അതിക്രമിച്ചു കയറി ശുശ്രൂഷ നടത്തുവാനുള്ള അധികാരം നിയമപ്രകാരം വിഘടത വിഭാഗത്തിലെ വൈദികർക്കില്ല എന്നത് സുവ്യക്തമാണ്. അനധികൃത കടന്നുകയറ്റങ്ങളെയാണല്ലോ രാജ്യവും സഭയും സമൂഹവും വർത്തമാനകാലത്ത് ചെറുത്ത് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഭാ തർക്കത്തിന്റെ പേരിൽ മൃതശരീരങ്ങളെ കരുവാക്കി സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ദയവായി ശ്രമിക്കരുത്. സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന കഥകളും പ്രസ്താവനകളും കൊണ്ട് സത്യം ഇല്ലാതാകില്ല എന്ന് തിരിച്ചറിയണം. കട്ടച്ചിറയിൽ ഇക്കുറി പരാജയപ്പെട്ട നാടകം ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കാനുള്ള വിവേകവും ക്രൈസ്തവ സാക്ഷ്യവും ബന്ധപ്പെട്ടവർക്ക് ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിറവ് പ്രവർത്തനം ബദേൽ അരമനയിൽ ആരംഭിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നിറവ് ഫുഡ് പ്രോസസിംഗ് യൂണിറ്റിന്റെ പ്രവർത്തനം ബദേൽ അരമനയിൽ ആരംഭിച്ചു. ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. ഭദ്രാസന സെക്രട്ടറി ഫാദർ PK കോശി,
നിറവ് കോഓർഡിനേറ്റർ ഫാദർ റോബിൻ കെ മാത്യു, ഫാദർ സി കെ ഗിവർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ പങ്കെടുത്തു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ രുചികരമായ നാടൻ പലഹാരങ്ങൾ ഓർഡർ അനുസരിച്ചും അല്ലാതെയും ആളുകളിലേക്ക് എത്തിക്കുന്ന ഫുഡ് പ്രോസസ്സിംഗ് പദ്ധതിയാണ് നിറവ്. സമൂഹത്തിന് മാതൃകയായി ചാത്തമറ്റം കർമേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി. പൗരാണികതയുടെ പ്രൗഢി പേറുന്ന ചാത്തമറ്റം കർമേൽ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഓർത്തഡോക്സ് പള്ളി നീണ്ട വർഷത്തെ നാശോന്മുഖാവസ്ഥയ്ക്ക് ശേഷം വിശുദ്ധ ദേവാലയ കൂദാശയ്ക്ക് ഒരുങ്ങുമ്പോൾ ഒരു നാടിന്റെ ഏറെ നാളുകളിലെ റോഡ് അപകടം എന്ന ദുരവസ്ഥയ്ക്ക് സാന്ത്വനമാകുന്നു. ദേവാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി തൊടുപുഴ 3 സംസ്ഥാന പാത വീതി കൂട്ടി വളവ് നിവർത്തി റോഡ് അപകടം കുറയ്ക്കുന്നതിലേക്ക് സൗജന്യമായി ഇടവക വിട്ടു നൽകി സമൂഹത്തിന് മാതൃകയാകുന്നു. പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജി കെ വർഗീസ്, വൈസ് പ്രസിഡന്റ് ശ്രീമതി ആശ ജിമ്മി, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളായ ശ്രീ ടോമി ഏലിയാസ്, ശ്രീമതി ജിനു മാത്യു, രാഷ്ട്രീയ സാമൂഹിക നേതൃനിരയിലെ പ്രവർത്തകരായ ശ്രീ രാജി വിജയൻ, ശ്രീ റോബിൻ എബ്രഹാം, ശ്രീ ടോമി പോൾ, ശ്രീ സാബു മത്തായി എന്നിവർ സന്നിഹിതരായിരുന്ന ചടങ്ങിൽ ദേവാലയത്തിന്റെ വികാരി ഫാദർ എൽദോ കുര്യാക്കോസ്, ട്രസ്റ്റിമാരായ ശ്രീ ഡെൻസൺ കെ പോൾ, ശ്രീ ബിൻസൺ വർഗീസ്, സെക്രട്ടറി ശ്രീ ബേസിൽ ജോർജ്, ദേവാലയ ഭരണസമിതി അംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവർ ചേർന്ന് സമ്മതപത്രം പഞ്ചായത്ത് ഭരണസമിതിക്ക് കൈമാറി. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.